നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി കേട്ടിട്ടുണ്ടോ? ഞെട്ടണ്ട, ഞാൻ തമാശ പറയാമെന്ന് വിചാരിക്കണ്ട. ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് CJP, അല്ലെങ്കിൽ AJP അല്ല കേട്ടോ. നമുക്ക് മലയാളികൾക്ക് വേറൊരു സാധനം ഉണ്ടല്ലോ, AJPയും BJP ഒന്നല്ല, ഇത് CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ഏത് കോക്രോച്ച്? കൂറ അല്ലെങ്കിൽ പാറ്റ, ഇങ്ങനൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിയോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. പൊളിറ്റിക്കൽ പാർട്ടി ഒന്നായിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും മുൻനിരയിൽ വയ്ക്കുന്ന മലയാളം ന്യൂസ് ചാനൽസും നോർത്ത് ഇന്ത്യൻ മീഡിയ എല്ലാം ഏറ്റെടുത്ത് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു സംഭവം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? നിങ്ങൾ എത്ര പേര് ഇതിനെക്കുറിച്ച് കേട്ടെന്നറിയില്ല. കേട്ടവർ, അറിയാത്തവർ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ച് അറിയുന്നവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നോക്കൂ, നമ്മൾ പല കാര്യത്തിലും ഫ്രസ്ട്രേറ്റഡ് ആണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആസ് എ സിറ്റിസൺ ഞാൻ ഒരുപാട് കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, നമ്മളൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ ഫ്രസ്ട്രേഷൻ കൂടുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയൊരു സംഭവമുണ്ട് അല്ലേ? റെബൽസ് അല്ല പറയുക, ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഗതി ഉണ്ട്. അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം, ചെറുതല്ല, അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ 16 മെയ്ക്കാണ് ഈ ഒരു ആശയം വന്നിട്ടുള്ളത്. ഇത് വരാനുണ്ടായ റീസണോ അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ കോക്രോച്ചായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ? കോക്രോച്ച് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും കോക്രോച്ചസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വിഷയം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അറിയുന്നവർ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ ഈ CJPയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്ന ആളാണോ, താല്പര്യമുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾ കോക്രോച്ച് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ബാക്കിയുള്ള കോക്രോച്ചുകളിലേക്ക് എത്തിക്കുക. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി രൂപീകരിച്ചു എന്നുള്ള സമയത്ത് ഇലക്ഷൻ കമ്മീഷനൊക്കെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒന്നല്ല. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടല്ലോ, നോക്കിക്കോളൂ. ഞാനൊരു ഫോളോവറാണ്, ഞാനതിൽ ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല. നോക്കൂ, കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ 52 പോസ്റ്റ് കുറച്ച് ദിവസങ്ങളെ കൊണ്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ 6.7 മില്യൺ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. കുറഞ്ഞ ദിവസം കൊണ്ട്. 2 ദിവസം മുന്നേ 1.5 മില്യൺ 2 മില്യൻ്റെ അടുത്തുണ്ടായിരുന്നത് ഇന്ന് 6.7 മില്യൺ, 67 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സാണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങാൻ നിൽക്കുമ്പോൾ 6.5 ഉള്ളൂ. ഈ വീഡിയോ തുടങ്ങാൻ നിൽക്കുമ്പോൾ, അതായത് ഇതിനെക്കുറിച്ച് ഈ ആശയം പഠിക്കുന്ന സമയത്ത് 6.5, 65 ലക്ഷം പേരാണ്. ഇപ്പോൾ 2 ലക്ഷം പേര് വേണ്ടു. കണ്ടോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തപ്പോഴേക്ക് 69 ലക്ഷം പേരായി. ഇപ്പം ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ചിലപ്പോൾ 80 ലക്ഷം 70 ലക്ഷം 75 ലക്ഷം ഒക്കെ ആവും ഒറ്റയടിക്ക്. 6.9 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമാണോ CJP? മാത്രമാണോ കോൺഗ്രസ് കോക്രോച്ച് ജനതാ പാർട്ടി? നമ്മളിപ്പോൾ മലയാളികൾ നമ്മൾക്കിടയിൽ നമ്മളെ പൂക്കി മറ്റേ CM-നെ കിട്ടിയിട്ടുള്ള ആ ഒരു നമുക്ക് 2 കാര്യമാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് എന്നുള്ള നമ്മളെ പൂക്കി CM-ഉം അതിൻ്റെ കൂടെ അനിരുദ്ധിൻ്റെ BGM-ഉം കൂടെ കൂടിയിട്ട് ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ് വാണുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു വരവ്. ഇനി ഞാൻ നിങ്ങളുടെ ഇതിൽ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ്. ഇത് എന്താ സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായി, പക്ഷേ ആർക്കും മനസ്സിലായിട്ടാവില്ല. മനസ്സിലാവാത്തവർ മനസ്സിൽ ചിലപ്പോൾ എന്നെ തെറി പറയുന്നുണ്ടായിരിക്കും. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മിസ്റ്റർ സൂര്യകാന്ത് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കുറച്ച് നോക്കി വായിക്കുന്നതാണ്, ചില തെറ്റുണ്ടല്ലോ. ചില കേസിൽ, അതായത് മെയ് 15 ഒരു വിവാദ പരാമർശം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ മിസ്റ്റർ സൂര്യകാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ നടന്ന ഒരു ഹിയറിങ്ങിനിടയിലാണ് ഇങ്ങനത്തെ ഒരു വിവാദ പരാമർശം ഉണ്ടായിട്ടുള്ളത്. എന്താ പരാമർശം എന്നറിയോ? കേസിനിടെ ചില ആളുകൾ, ഞാൻ കാണിക്കാട്ടോ പറയാം, പക്ഷെ എന്നാലും മലയാളത്തിൽ ജസ്റ്റ് പറയാം, പുള്ളി ഇന്ത്യയിലാണ് സംസാരിച്ചിട്ടുള്ളത്. കേസിനിടെ ചില ആളുകൾ വ്യാജ ഡിഗ്രികളും വ്യാജ യോഗ്യതകളും ഉപയോഗിച്ച് സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില RTI ആക്ടിവിസ്റ്റ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, RTI ആക്ടിവിസ്റ്റുകളെയും പ്രൊഫഷണൽ ലിറ്റിഗൻസിനെയും വിമർശിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അതിനിടെ കോക്രോച്ചസ്, പാരസൈറ്റ്സ് പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് നമ്മുടെ അമ്മച്ചി GPT പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായി മാറി. അതായത്
ഇയാൾ പറഞ്ഞ എന്താ സംഗതി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇയാളുടെ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, കേട്ടോ. There are already parasites who become social media. Some of them are youngsters like cockroaches. You want to join hands with them? No, my lord. I understand, my lord. I understand. Have you seen there are youngsters like cockroaches. They don't get any employment. They don't have any place in profession. Some of them become media. Some of them become social media. Some of them become RTI activists. Some have become another activist, and they start attacking everyone. യെസ്, ഇതാണ് ആ പരാമർശം. ഹാവ് യു സീൻ ദോസ് യങ്സ്റ്റേഴ്സ് കോക്രോച്ചസ്? അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ, അതായത് പൊതുവെ യൂത്തിനെ ഒരു കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എവിടെ കണ്ടാലും ചെരുപ്പെടുത്തടിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, കോക്രോച്ച് അല്ലേ. എവിടെ കണ്ടാലും ആദ്യം തരേ ചെരുപ്പാണ് അല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ആദ്യം കൂറേനെ കണ്ടു കഴിഞ്ഞാൽ, പാറ്റനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എടുക്കുക ചെരുപ്പാണ്. അപ്പോൾ ഇയാൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പോലത്തെ സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്രയും വളരെ മോശമായിട്ടുള്ളൊരു പരാമർശം തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള യങ്സ്റ്റേഴ്സിനെ, യൂത്തിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കോക്രോച്ചസ് എന്നൊരു പരാമർശം നടത്തി കൂറകളാക്കി ഉപമിച്ചു. ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി. ഇത് ഏറ്റെടുത്തതാണ് നമ്മുടെ ആര്, ഈ ചങ്ങാതിയുടെ പേരാണ് അഭിജിത് ദീപ്കെ എന്ന് പറഞ്ഞിട്ട് ഫോമർ ആം ആദ്മി പാർട്ടി സോഷ്യൽ മീഡിയ ടീമിൽ പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞു പോയ സമയത്ത് ഇതാണ് ഇയാളുടെ പ്രൊഫൈല്. 2,07,000 ഫോളോവേഴ്സാണ് ഇവനുള്ളത്. ഈ ചങ്ങാതി ഒരു വെബ്സൈറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ വെബ്സൈറ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്, കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചൊടിപ്പിച്ചു. ഇത് വെറുതെ ചൊടിപ്പിച്ചതല്ല. ഇതെന്താണെന്നറിയോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫ്രസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സിസ്റ്റത്തിനോട് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് റീസെൻ്റായിട്ട് മെയിൽ നടന്നിട്ടുള്ള നീറ്റ് പേപ്പർ ചോർച്ചനെ കുറിച്ചാണ്. ഞാനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല, കാരണം നമ്മൾ ആ ടോപ്പിക് അങ്ങനത്തെ ടോപ്പിക്സ് അല്ല എടുക്കുന്നത്. നിങ്ങൾ പറയൂ, നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെന്ന് ചെയ്യാം. നിങ്ങൾ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അല്ലാണ്ട് നമ്മൾ വെറും രേണുസുതിയും മറ്റുള്ള കിൽസിതായിട്ട് മാത്രം പോകാൻ താല്പര്യമില്ല. ഇതാണ് എനിക്കിഷ്ടം. പക്ഷെ നമുക്ക് വ്യൂവേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒന്നും ഇതും എത്രത്തോളം ഓടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി പേരിലേക്ക് എത്തും. അപ്പോൾ ഈ ഇത്രയധികം കാര്യങ്ങളിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി നീറ്റ് JEEൻ്റെ പേപ്പർ ചോർച്ച കാരണം 17 കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായി അല്ലേ. അപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യമായിട്ടാണ് ഇവർ ഫസ്റ്റ് ഇതിൽ മെയിൻ ഒരു കാര്യമായിട്ട് ഇവർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളിൽ ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പാർട്ടിയായിട്ട് ഇത് രൂപീകരിച്ചപ്പോൾ ഞാൻ വീണ്ടും പോയി നോക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കാം. 6.9 മില്യൺ, ഇപ്പോഴും 6.9. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും അത് ഷെയർ ചെയ്യണം കണ്ടോ. വോയിസ് ഓഫ് ദി ലേസി ആൻഡ് അൺഎംപ്ലോയിഡ്. അയാൾ മറ്റാൾ കോക്രോച്ച് കണ്ടോ. ഇവർ മറ്റേ കോട്ടിട്ട് നിൽക്കുന്ന ആ ഒരു കൂറ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കൂറ എന്ന് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ പാറ്റാന്നാവും പറയും അല്ലേ. അപ്പോൾ ആ ഒരു കോക്രോച്ചിൻ്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള സംഭവമാണ് കണ്ടോ. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ്. ഇനി 5 ഡിമാൻഡുകളാണ് ഇവർ വെച്ചിട്ടുള്ളത്. 5 ഡിമാൻഡുകളാണ് വെച്ചിട്ടുള്ളത്. ജോയിൻ ദ പാർട്ടി. ആദ്യം നമുക്ക് ഈ ജോയിൻ ദ പാർട്ടി ക്ലിക്ക് ചെയ്യാം. ആർ യു എലിജിബിൾ ടു ജോയിൻ? നിങ്ങൾ ഈ പാർട്ടിയിൽ ഇത് എത്രത്തോളം ആയുസ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അതിൽ വലിയൊരു മിസ്റ്റേക്ക് ഇവൻ കാണിച്ചിട്ട് സംഭവം. ഇത് തുടങ്ങിയവൻ പിന്നെ ഈ ചങ്ങാതി കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഇവൻ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തു. മനസ്സിലായോ? നോക്കി നോക്കൂ. പൊളിറ്റിക്കൽ ഫ്രണ്ട് ഓഫ് ദ യൂത്ത് ബൈ ദ യൂത്ത് ഫോർ ദ യൂത്ത് ഫൗണ്ടിങ് പ്രസിഡന്റ് അഭിജിത് ദീപ്കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ. ഞാൻ അത് മനസ്സിലാക്കുന്നത് കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇത് വെറും ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റ് എനി ടൈം. ഇപ്പം തന്നെ അവൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഈ ഒരു പേജ് ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ പ്രൈം മിനിസ്റ്ററെ ചോദ്യം ചോദിച്ചിട്ടുള്ള ജേർണലിസ്റ്റിൻ്റെ പേജ് ഇന്ന് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പേജസാണ്. ഇറ്റ് ക്യാൻ ഗോ എനി ടൈം. നമ്മുടെ നാട്ടിൽ നിന്ന് ബാൻ ചെയ്യപ്പെടാം, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോവാം. അപ്പോൾ ഇവൻ ഇങ്ങനെ ഒരു സംഗതി തുടങ്ങിയ സമയത്ത് ഇവൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തൊരു സംഗതി ചെറുതായിട്ടൊരു നെഗറ്റീവ് കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവൻ US ഏതോ ഉള്ള ഒരുത്തനാണ്, US ഇപ്പോൾ ഉള്ളത്. ഇവൻ അവിടുന്ന് തോന്നിയിട്ടുള്ള ഒരു ആശയമാണ്. ഇവൻ്റെ ഫ്രസ്ട്രേഷൻ ആൾക്കാരിലേക്ക് എത്തി. ഇത് ജനങ്ങൾ ഏറ്റെടുത്തു. ഇത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയുടെ യൂത്ത്
ഇന്നത്തെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ള ആ യൂത്ത്, ഇതൊന്ന് ഇവർ മടിയന്മാർ, കോക്രോച്ചസ് ആണ്, ഒരു പണിയും ചെയ്യാത്തവന്മാരാണ്, ഒരു പണിക്കും പോവില്ല, കംപ്ലീറ്റ് ഡേ സ്ക്രോൾ ചെയ്തിരിക്കുന്നവന്മാരാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ദിവസം കളയുന്ന ഒരു വകയ്ക്കും കൊള്ളാത്ത എന്ന് ഇന്ന് സിസ്റ്റം പറയുന്ന ആ യൂത്ത് ഈ സംഗതി ഏറ്റെടുത്തതാണ് ഈ 69 ലക്ഷം കോക്രോച്ചസ്. മനസ്സിലായോ? അതിലൊരു കോക്രോച്ച് ഞാനും ഇതിൽ കയറി ജോയിൻ ചെയ്തു. പക്ഷെ പാർട്ടിയിലൊന്നും കയറിയിട്ടില്ല. ഞാൻ ഈ ചങ്ങാതിരെ ജസ്റ്റ് ഫേസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആള്. है कि अभी जो हमारे नीट के काफी सारे स्टूडेंट्स हैं उनसे भी मेरी बात हुई है और उनका ये कहना है कि इतना सब कुछ हो गया, हमारा फ्यूचर के साथ इतना सारा खिलवाड़ हो रहा है. 17 स्टूडेंट्स ने सुसाइड करी है नीट के. हमारे देश के 17 स्टूडेंट्स जो आगे जाकर डॉक्टर बन सकते थे और डॉक्टर बनकर दूसरों की जान बचा सकते थे, उनको खुद अपनी जान गंवानी पड़ी है. लेकिन उसके बाद भी एजुकेशन मिनिस्टर ने रिजाइन नहीं किया है, जबकि ये പക്ഷേ ഇവൻ പറയുന്ന അത്രേ ഉള്ളൂ. ഇവൻ കാര്യമായിട്ട് സംസാരിക്കുന്നത് നീറ്റ് ജെഇന്റെ പേപ്പർ സോഴ്സിനെ പറ്റിയാണ്. ഹി ഈസ് ഡിമാൻഡിങ് ദ റെസിഗ്നേഷൻ ഓഫ് ദി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതൊന്ന്. ഇനി ഇതിൽ എലിജിബിലിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ല, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് മിസ്സായിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഇവൻ്റെ ഫേസ് കാണിച്ചു എന്നുള്ളത്. നമുക്ക് എപ്പോഴും ഇപ്പോൾ അന്യൻ സിനിമ കണ്ടിട്ടില്ലേ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കുടുങ്ങിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയ ആൾക്കാരാണ്. നമ്മളെ സഹായിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഒരു അദൃശ്യ ശക്തി, മായാവി, അന്യൻ, മറ്റേ ചങ്ങാതിൻ്റെ അല്ല, മിന്നൽ മുരളി, ഇങ്ങനത്തെ, ഞാൻ ഇതൊക്കെ പറഞ്ഞതൊക്കെ അല്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലൊരു ശക്തി നമ്മളെ എവിടെയെങ്കിലും സഹായിക്കാൻ, ഡിങ്കൻ എന്ന് പറഞ്ഞൊരു സംഗതി ഇറക്കില്ലല്ലോ, ഡിങ്കം മതം എന്നൊക്കെ പറഞ്ഞത് ആ ഒരു കോൺസെപ്റ്റിൽ വന്ന സംഭവമാണ്. അപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അദൃശ്യ ശക്തി എവിടെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് കൂടും, നമ്മളതിൽ ഒന്നും കൂടി ഇതാക്കും അല്ലേ, നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ദി മോമെൻറ്റ് ആ ഒരു ശക്തിയുടെ കാര്യം ഫേസ് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിലുള്ള ഇൻട്രസ്റ്റ് പോവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഗതി ഉണ്ട്. നിങ്ങൾക്ക് അദൃശ്യമായിട്ട് എന്തെങ്കിലും ഒരു സംഗതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, എന്താവും, ആരായിരിക്കും, ഇത് ആരാടാ ഈ പരിപാടി ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും. നേരെ മറിച്ച് നമ്മൾ ഇത് അന്ന ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഈ സംഗതിയുടെ ആ ഒരു സംഭവം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും അതിൽ ചെറുതായിട്ട് വിശ്വസിക്കാതില്ല. പക്ഷെ അവിടെ ഇവൻ ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട് ഇങ്ങനത്. പക്ഷെ ഇത് ഒരാൾ ശരിക്കും ഇത് എന്തെങ്കിലും, പല ആൾക്കാരും ഇതിൻ്റെ പുറകിൽ വലിയ അജണ്ട ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പുറകിൽ വലിയ കാര്യമായിട്ട് അങ്ങനെ റോക്കറ്റ് സയൻസ് അജണ്ടകളൊന്നുമില്ല, സംഭവം ഒന്നുമില്ല. ആ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് ഇയാൾ പറഞ്ഞിട്ടുള്ള സംഭവം, അതിൽ നിന്ന് തുടങ്ങുന്നു ഒരുപാട് കാര്യങ്ങളിൽ. ഇന്ന് ഭരണം നടക്കുന്ന BJP-യുടെ നാഷണൽ റൂളിംഗ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഏതൊരു ഓഫീസാണെന്നുണ്ടെങ്കിലും ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ്? അൺഎംപ്ലോയ്ഡ് ആയിരിക്കണം. ഇതൊക്കെയാണ് കുറച്ച് ലോജിക് കിട്ടോ. അൺഎംപ്ലോയ്ഡ് ആയിരിക്കണം. അൺഎംപ്ലോയ്ഡ് ബൈ ഫോഴ്സ്, ബൈ ചോയ്സ് ഓർ ബൈ പ്രിൻസിപ്പിൾ, വി ഡോണ്ട് ആസ്ക്. അതായത് നിങ്ങൾ ബേറോസ്ഗാർ എന്ന് പറയും അല്ലേ, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് പണിയില്ലാത്ത ആൾക്കാരായിരിക്കണം, തൊഴിലില്ലാത്ത ആൾക്കാർ. ലേസി, ഫിസിക്കലി നിങ്ങൾ ലേസി ആയിട്ടുള്ള ആൾക്കാർ, ബട്ട് ദി ബ്രെയിൻ മേ കണ്ടിന്യൂ ടു സ്പൈറൽ. നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ മടിയന്മാരാണോ? ഇതാണ് രണ്ടാമത്തെ. ക്രോണിക്കലി ഓൺലൈൻ, മിനിമം 11 മണിക്കൂർ നിങ്ങൾ ഓൺലൈനിലായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. സ്പെഷ്യലി ഇൻക്ലൂഡിങ് ബാത്റൂം ബ്രേക്സ്. ബാത്റൂമിൽ പോയി ഇരുന്നിട്ട് ഇതും കൊണ്ട് തോണ്ടി അവിടെ ഇരുന്നിട്ട് ഇരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അതാണ് അടുത്തത്. കാരണം വെച്ചാൽ ഇയാൾ മറ്റാൾ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ടൈം സോഷ്യൽ മീഡിയയിൽ ഉള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ടൈം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന വ്യക്തികൾ കോക്രോച്ചസ് എന്നൊക്കെ പറഞ്ഞ സാധനത്തിനുള്ള ഉണ്ടായതാണ്. ക്യാൻ റാൻറ്റ് പ്രൊഫഷണലി. റാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശബ്ദം ഉയർത്തുക അല്ലേ, ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ. റാൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെതിരെ എല്ലാത്തിനെതിരെ ശബ്ദം ഉയർത്തുക. ക്യാൻ റാൻറ്റ്, അതായത് നിങ്ങൾക്ക് പ്രൊഫഷണലി പല കാര്യങ്ങൾക്കും എതിരെ വോയിസ് ഉയർത്തി സംസാരിക്കാൻ പറ്റുന്ന ആളാണോ? ആസ് ലോങ് ആസ് ദ കോണ്ടന്റ് ഇസ് ഷാർപ്പ്, ഓണസ്റ്റ് ആൻഡ് പോയിന്റ്സ് അറ്റ് സംതിങ് ദാറ്റ് ആക്ച്വലി മാറ്റേഴ്സ്. അതായത് നിങ്ങൾ വെറുതെ കിടന്ന് ബ്ലാ 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 നഹി ഹേ. നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണലി ചില കാര്യങ്ങളിലേക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് ഷാർപ്പായിട്ടുള്ള കോണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ദെൻ ദാറ്റ് ഈസ് ദിസ് തിങ്. ഉണ്ടോ? ഈ പറഞ്ഞ 4 പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ജോയിൻ ദ പാർട്ടി ആൻഡ് ബി എ കോക്രോച്ച്. അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഇനി ഇവർ മാനിഫെസ്റ്റോ ഉണ്ട്, അങ്ങോട്ടും കൂടി പോട്ടെ കേട്ടോ.
ഇവരുടെ മാനിഫെസ്റ്റോ. റീഡ് ഇറ്റ് വൺസ്, റീഡ് ഇറ്റ് ട്വൈസ്, ദെൻ സെൻഡ് ഇറ്റ് ടു സംവൺ ഹൂ നീഡ്സ് ടു റീഡ് ഇറ്റ്. ഒരു പ്രാവശ്യം വായിക്കും, 2 പ്രാവശ്യം വായിക്കും, പിന്നെ ഇത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള എനിക്ക് ഇത് അയച്ചു കൊടുക്കുമായിരുന്നു. എന്തൊക്കെ അറിയോ? ഒന്ന് മാനിഫെസ്റ്റോ. ഇതൊരു പാർട്ടിയൊന്നും ആയിട്ടില്ല കേട്ടോ, എന്നാലും ഇതൊരു ശക്തിയാണ്, ഇതൊരു പവറാണ് നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ യൂത്ത്. നമ്മുടെ പറഞ്ഞാൽ ഞാൻ അത്രയും കൂടി യൂത്തൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ 45 പക്ഷെ എന്നാലും ഐ ഡോണ്ട് കെയർ. ഞാൻ ഇപ്പോഴും ഒരു 20s നടക്കുന്ന ഒരാളാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അത് വെറുതെ നമ്മൾ റൂട്ട് മാറി പോകേണ്ടതില്ലല്ലോ. ഇതാണ് ഇവിടെ മാനിഫെസ്റ്റോ. ഇഫ് ദി CJP കംസ് ഇൻ പവർ, നോ ചീഫ് ജസ്റ്റിസ് ഷാൾ ബി ഗ്രാൻറ്റഡ് എ രാജ്യസഭ സീറ്റ് ആസ് എ പോസ്റ്റ് റിട്ടയർമെൻറ്റ് റിവാർഡ്. അതായത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവാർഡ് എന്നുള്ള കണ്ടീഷനിൽ ഒരു ചീഫ് ജസ്റ്റിസിനും രാജ്യസഭ സീറ്റ്, MP ആയിട്ടുള്ള സീറ്റ് ഇപ്പോൾ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തലാക്കണം. ഒന്ന്, അതായത് ഇഫ് എനി ലെജിറ്റ് വോട്ട്, ശരിക്കുള്ള ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അത് വോട്ടവകാശം എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ്റെ അവകാശമാണ് അല്ലേ, സോറി. അപ്പോൾ അത് CJP, അത് ഇവരുടെ പാർട്ടിയിലാണെങ്കിലും ഒപ്പോസിഷനിലാണെങ്കിലും എവിടെ ഉള്ള ആളുടെ ആണെങ്കിലും ഒരു വോട്ട് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഷാൽ ബി അറസ്റ്റഡ് അണ്ടർ UAPA പ്രകാരം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അറസ്റ്റ് ചെയ്യപ്പെടും. ആസ് ടേക്കിംഗ് അവേ വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഇസ് നോ ലെസ് ദാൻ ടെററിസം. മനസ്സിലായോ? ഇത് അവിടെ സൈറ്റിലുണ്ട്. അതായത് ഇങ്ങനെ ഇതൊക്കെയാണ് അവരുടെ മാനിഫെസ്റ്റോ. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഷുഡ് ബി അറസ്റ്റഡ് അണ്ടർ UAPA. പിന്നെ 50% റിസർവേഷൻ ഫോർ വിമൻ, നോട്ട് 33%, 33 അല്ല 50%, വിതൗട്ട് ഇൻക്രീസിങ് ദി സ്ട്രെങ്ത് ഓഫ് പാർലമെൻറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാതെ 50%. അഡീഷണലി 50% ഓഫ് ഓൾ ക്യാബിനറ്റ് പൊസിഷൻസ് ഷാൽ ബി റിസർവ്ഡ് ഫോർ വിമൻ. ഇതാണ് പറഞ്ഞത്, 50% ക്യാബിനറ്റ് പൊസിഷൻസ് സ്ത്രീകൾക്ക് റിസർവ് ചെയ്യപ്പെടണം. 4, ഓൾ മീഡിയ ഹൗസസ് ഓൺഡ് ബൈ അംബാനി ആൻഡ് അദാനി ഹാവ് ഓൾ ദെയർ ലൈസൻസസ് ക്യാൻസൽഡ്. അംബാനിയുടെയും അദാനിയുടെയും കീഴിലുള്ള അവരുടെ ഓണർഷിപ്പിലുള്ള എല്ലാ മീഡിയ ഹൗസസിൻ്റെയും ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ടു മേക്ക് വേ ഫോർ ട്രൂലി ഇൻഡിപെൻഡൻറ്റ് മീഡിയ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഗതികളല്ലേ അല്ലേ? ഈ ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട്സ് ഓഫ് ഗോദി മീഡിയ ആങ്കേഴ്സ് ഷാൽ ബി ഇൻവെസ്റ്റിഗേറ്റഡ്. ഗോദി മീഡിയ എന്ന് പറഞ്ഞൊരു ഭർത്താവുണ്ട് മുകളിൽ. അതായത് ഗോദി മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോദി പറഞ്ഞാൽ നമ്മളെ മടിയിലുള്ള മറ്റൊരു മീഡിയ, അതായത് ഇപ്പോഴുള്ള ഗവൺമെൻറ്റിൻ്റെ സ്തുതി പാഠകരായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് എത്താത്ത രീതിയിലുള്ള മീഡിയ, ഈ മീഡിയ ഓൺഡ് ബൈ അംബാനി ആൻഡ് അദാനി ഷാൽ ഹാവ് ദെയർ ലൈസൻസസ് ക്യാൻസൽഡ് ടു മേക്ക് വേ ഫോർ ട്രൂലി ഇൻഡിപെൻഡൻറ്റ് മീഡിയ. നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒറ്റ പ്രശ്നമാണ്, യഥാർത്ഥ ന്യൂസ് പുറത്തെത്തുന്നില്ല. ഞാൻ എന്നെപ്പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് ഗോസിപ്പ് അടിച്ച് കിടക്കുന്ന ആൾക്കാരല്ല പറയുന്നത്, ഈ ലൈറ്റിൻ്റെ അടിയിൽ ക്യാമറേൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ നോക്കിക്കാണുന്ന മേജർ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് അതർ മീഡിയ, പ്രിൻറ്റ് മീഡിയ, വിഷ്വൽ മീഡിയ, അങ്ങനത്തെ എല്ലാ മീഡിയയും എന്താ സ്ഥിതി വെച്ചാൽ നമുക്ക് അവരുടെ ബയാസ്ഡ് ആയിട്ടുള്ള ന്യൂസുകൾ മാത്രമേ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നുള്ളൂ. നമുക്ക് വേണ്ട അതായത് അവർക്ക് എന്താണോ തോട്ടും നമ്മളെ ബ്രെയിനിനെ വാഷ് ചെയ്ത് വേറെ സംഗതിനെ വളച്ചൊടിച്ച് ചില ആൾക്കാരുടെ സ്ഥാപിത താല്പര്യം ഇത് മാത്രമേ നമ്മളിലേക്ക് എത്തിക്കുന്നുള്ളൂ. ഈ സംഗതി ഒഴിവാവണം. എനി MLA ഓർ MP ഹു ഡിഫെക്ട്സ് ഫ്രം വൺ പാർട്ടി, അതായത് MLA അല്ലെങ്കിൽ MP, അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടിയിലേക്ക് ചാടുന്ന ചില ആൾക്കാരുണ്ടല്ലോ, വെറും പാർട്ടി ചാട്ടല്ല, MLA അല്ലെങ്കിൽ MP ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടിക്ക് ചാടുന്നവരുണ്ടെങ്കിൽ ഷാൽ ബി ബാർഡ് ഫ്രം കണ്ടസ്റ്റിംഗ് ഇലക്ഷൻസ് ഓർ ഫ്രം ഹോൾഡിംഗ് എനി പബ്ലിക് ഓഫീസ് ഫോർ എ പീരിയഡ് ഓഫ് 20 years. ഒരു MLA അല്ലെങ്കിൽ MP ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടിക്ക് ചാടിക്കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് മാത്രമല്ല, പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അടുത്ത 20 വർഷത്തേക്ക്. പിന്നെ ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇതൊക്കെ നമ്മളൊക്കെ ആവശ്യപ്പെടുന്ന സംഗതി. ഇതാണ് ഇപ്പോഴത്തെ ആൾക്കാരുള്ളത്. മനസ്സിലായോ? ജോയിൻ ചെയ്താലോ ഇതിൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അപ്പോഴേക്കും മറ്റേ പോയി. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇതൊന്നും എടുക്കട്ടെ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റ് 6.9 million. ഓ മൈ ഗോഡ്, ഇപ്പോൾ ഇത് 7 million ആയി. 7 million, 70 ലക്ഷം. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് 6 എത്രയായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ അത് 7 million ആയി. അപ്പോൾ അത്രയും സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എലിജിബിലിറ്റി, ജോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരുപാട് ആകെ 52 പോസ്റ്റുള്ളൂ. ഒരുപാടൊന്നുമില്ല, ആകെ 52 പോസ്റ്റേ ഉള്ളൂ. ഇപ്പോഴും ഇപ്പോൾ ആൾക്കാർ ഈ ചങ്ങാതിന് ഇപ്പോൾ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ് തുടങ്ങിയവൻ്റെ പുറകെയൊക്കെ ഇതിൻ്റെ പിന്നാലെ ഓടിച്ചാടി പോയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് നമ്മളെ അണ്ണൻ ധ്രുവിൻ്റെ, സ്വാഭാവികമായിട്ടും ഞാൻ ധ്രുവ് രാഠിയുടെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സാധനം വന്നു. പിന്നെ അതിന് മുന്നേ റാണ്ടിങ് ഗോല എന്ന് പറഞ്ഞൊരു ലേഡീനെ ഞാൻ അതിനൊക്കെ നോക്കാറുണ്ട്. ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ റൂളിംഗ് പാർട്ടിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടും ഗവൺമെൻറ് അഗെയിൻസ്റ്റ് ആയിട്ടും ഇൻ ദ സെൻസ് ലൈക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്കുള്ള കാര്യം തന്നെയാണ്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഇവിടെ ആ ടെമ്പോ പോയി നമ്മുടെ അല്ലേ, എന്നാലും സാരില്ല. അപ്പോൾ ഇതാണ് കോക്രോച്ച് ജനതാ പാർട്ടി
ഫൗണ്ടഡ് ബൈ ദിസ് ഗൈ. ഒരുപാട് ആവശ്യങ്ങൾ ഒന്നുമില്ല, ഇപ്പോൾ തൽക്കാലം കുറച്ച് ആവശ്യങ്ങളാണ്. മേജറായിട്ട് അവർ പുറത്തേക്ക് വെക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പുറത്താക്കണം, അയാൾ രാജിവെക്കണം. ഹി ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേപ്പർ ലീക്കേജ്. NEET എക്സാം, നീറ്റ്, അതെ നീറ്റ് തന്നെയല്ലേ, NEET അല്ല, നീറ്റ് എക്സാമിൻ്റെ പേപ്പേഴ്സ് ചോർന്നതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഈ ചങ്ങാതിനെ പുറത്താക്കണം. ഈ ഷുഡ് റിസൈൻ. ഇതാണ് ഫസ്റ്റ് മേജർ ആവശ്യം. ഇത് ആവശ്യം ഉന്നയിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്, ഈ പേജ് എത്ര നേരം ഉണ്ടാവും ഇന്നുണ്ടാവും എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നുള്ള കാര്യം എനിക്കെന്നെ ഓർമ്മയില്ല. കംപ്ലീറ്റ്ലി അൺസ്ക്രിപ്റ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഒന്നിനുമില്ല, നമുക്ക് ഉണ്ടാവാറില്ല. കംപ്ലീറ്റ് ആയിട്ട് 3 day പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നേരെ വന്ന് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് കാഴ്ചക്കാർ എത്ര പേര് നിങ്ങൾ ഇതുവരെ കണ്ടു എന്നുള്ളതല്ല. നിങ്ങൾ ഇതുവരെ അവസാനം വരെ കണ്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ കോമെൻറ്റ് എഴുതൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ജോയിൻ ചെയ്യും കാര്യങ്ങളൊന്നും പറയില്ല, പിന്നെ ബാക്കി പരിപാടികളൊന്നും അറിയാം. അല്ല മറ്റേ മൊയ്ത്ര ഉണ്ടല്ലോ, മൊയ്ത്ര, അയ്യോ തൃണമൂലിലെ അവരൊക്കെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ആരൊക്കെ ജോയിൻ ചെയ്തു എന്നുള്ള സംഗതികളൊക്കെ കേട്ടു. പക്ഷെ നിങ്ങൾ എത്ര ദിവസം ഈ പേര് കേൾക്കുന്നുള്ളത് അറിയില്ല. ഇന്ന് ന്യൂസ് ചാനൽസ് ഇപ്പോൾ ഏകദേശം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയ സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഹൈപ്പിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ടു ഓൾ ദി കോക്രോച്ചസ്. കോക്രോച്ചസുകൾക്കും കോക്രോച്ചുകൾ എന്താ വെച്ചാൽ ചൂലുകൊണ്ട് അടിച്ചാലും ഞങ്ങൾ പോയില്ല. അത് ആം ആദ്മി പാർട്ടിനെ പറയണേ, ചൂലുകൊണ്ട് അടിച്ചാലും ഞങ്ങൾ പോയില്ല. അതായത് ചെരുപ്പ് എടുക്കാൻ തോന്നുന്ന ആൾക്കാർ കണ്ട് ചെരുപ്പ് എടുക്കാൻ തോന്നുന്ന ഇന്നത്തെ യുവാക്കളുണ്ടല്ലോ, സീരിയസ് ആയിട്ട് അവരുടെ ഉള്ളിലുള്ള ഈ അമർഷാണ്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഹൂ വോണ്ട് ടു ബി ഓൺ സോഷ്യൽ മീഡിയ. അവൻ ഏത് നേരം സോഷ്യൽ മീഡിയയിൽ തോണ്ടിക്കൊണ്ടിരിക്കണം, അവൻ ഏത് നേരം മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിച്ച് വിടുന്ന ആ ആൾക്കാരുടെ ഒരു വോയിസാണ്. എത്രത്തോളം ഈ വോയിസ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. തൽക്കാലം ഇൻസ്റ്റാഗ്രാം ഒരു പേജായിട്ട് കൊടുത്തിട്ടുണ്ട്, എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.